അഹമ്മദാബാദ് വിമാനാപകടത്തിന് ഇന്ന് ഒരു കൊല്ലം തികയുകയാണ്. 2025 ജൂൺ 12 എയർ ഇന്ത്യയുടെ A117 വിമാനം തകർന്നു വീണ് 241 പേർ മരിച്ചു. വിമാനം തകർന്നു വീണ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കോംപ്ലക്സ് ദുരന്തത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി നിലകൊള്ളുന്നു. ദുരന്ത ഭൂമിയിലേക്ക് ഇന്നലെ മുതൽ തന്നെ മരിച്ച ആൾക്കാരുടെ ബന്ധുക്കൾ എത്തുന്നുണ്ട്. ഉറ്റവരുടെ ശ്വാസം നിലച്ച ഇടത്തേക്ക് എത്തുന്നവരുടെ കാഴ്ചകളും നമ്മുടെ ഉള്ളിലേക്കും. ഒരാൾ മാത്രമാണ് ഈ വിമാനാപകടത്തിൽ രക്ഷപ്പെട്ടത് എന്ന് ഓർമ്മിക്കുക. മഹാദുരന്തത്തിന്റെ ബാക്കി പത്രമായി അസ്ഥികൂടം കണക്കെ ഈ കെട്ടിടങ്ങൾ ദുരന്തഭൂമിയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എത്തുമ്പോൾ അന്നത്തെ ആ നടുക്കുന്ന കാഴ്ചകൾ മനസ്സിലേക്ക് തിരികെ എത്തുകയാണ്. ഉഗ്രശബ്ദത്തിൽ തീഗോളം കണക്കെ പൊട്ടിത്തെറിച്ച വിമാനം, അത് പിന്നീടുണ്ടാക്കിയ അഗ്നിബാധയിൽ കത്തിയമർന്ന വാഹനങ്ങൾ നിരവധിയാണ്. ഇപ്പോഴും അത്തരത്തിലുള്ള വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇവിടെ കാണാം. നിരവധി ബൈക്കുകളും കാറുകളുമൊക്കെ ഈ അവസ്ഥയിൽ ഇവിടെ ഇപ്പോഴുമുണ്ട്. വിമാനത്തിൻ്റെ ചില അവശിഷ്ടങ്ങൾ, ഒപ്പം തന്നെ കത്തിയമർന്ന മരങ്ങളുടെയും മറ്റുമൊക്കെ അതേ രൂപം ഇപ്പോഴും ഇവിടെ കാണാം. BJ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിന്റെ ഭാഗമായ ക്യാൻറ്റീൻ പ്രവർത്തിച്ചിരുന്നത് ഈ കെട്ടിടത്തിലായിരുന്നു. ഈ കെട്ടിടത്തിന് മുകളിലാണ് ആദ്യം വിമാനം ഇടിച്ചത്. വിമാനത്തിന്റെ വാൽഭാഗം ഈ കെട്ടിടത്തിൽ ഉടക്കി നിന്ന കാഴ്ച പിന്നീട് നമ്മൾ കണ്ടു. അന്ന് ദുരന്തത്തിൽ മരിച്ച പലരുടെയും ബന്ധുക്കൾ ഇന്ന് ഈ സമയം ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. किसका डेथ हुआ? वो यूके में रहता था. भाई यूके में थे, उनसे मिलने जा रहे थे. तो भाई से फर्स्ट टाइम मिलने को, फर्स्ट फ्लाइट थी, फर्स्ट जर्नी थी फ्लाइट की. दोनों बहुत एक्साइटेड थे जाने के, बट एक्साइटमेंट തകർന്നു പോയത്, അപകടാവസ്ഥയിലായത്, അങ്ങനെ 10ഓളം കെട്ടിടങ്ങളാണ് ഇവിടെ ഇപ്പോൾ ആൾതാമസമില്ലാതെയായത്. അതെല്ലാം പുതുക്കി പണിയാനുള്ള പദ്ധതി ആയിട്ടുണ്ട്. നിർമ്മാണ ജോലികളിലേക്ക് ഈ വർഷം തന്നെ കടന്നേക്കും. അഹമ്മദാബാദിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.